ഹായ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് അനന്തുവിൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ, അനന്തു, കാർത്തിക്കും അതിരടി സിനിമ കാണാൻ പോകുന്നത്. ഇപ്പം രാവിലെ ഏകദേശം 10 മണിയാവുന്നു. സോ നമ്മൾ അനന്തുവിൻ്റെ വീട്ടിലുണ്ട്. അനന്തുവിനെ കൂട്ടാൻ വന്നിട്ടാണുള്ളത്. അനന്തുവും ഞാനും ഒപ്പരം പോകുന്നത്. കാർത്തിക് വേറെ സ്കൂട്ടിയിൽ, അതായത് നമ്മൾ പയ്യന്നൂരാണ് പോകുന്നത്. സോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഇൻട്രോ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് ഇൻട്രോ എടുത്തതാണ്. അധികം ലേറ്റ് ആക്കണ്ട. സോ കാർത്തിക്കിനെ വിളിക്കണം. കാർത്തിക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും തോന്നുന്നത്. സോ നമുക്ക് ജസ്റ്റ് പോവാം. ഓക്കെ. സോ അങ്ങനെ ഞാനും അനന്തവും നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. സോ അനന്തുവാണ് വണ്ടി ഓടിക്കുന്നത്. ഈ ബ്ലോഗിൽ നോക്കണ്ട, ഓൾക്കതിന് ചെറുപ്പത്തിയാണ് അതന്നെ. അപ്പോൾ കാർത്തിക് വരുന്നുണ്ട്. അപ്പോൾ കാർത്തിക്കിനെ കാർത്തിക് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം ജസ്റ്റ് അവിടെ എത്തിയിട്ട് ഞാൻ കാർത്തിക്കിനെ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് കാർത്തിക്. ഹായ്. അപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നു? നമ്മൾ ശാന്തിയിലേക്ക് പോകുന്നു. ശാന്തിയിൽ അതിരടിയാണ്. അടിയുമായിട്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ അതിരടി കാണാൻ വേണ്ടി തിയേറ്ററിൽ. സോ കാർത്തിക് ഉണ്ട്, അനന്തം ഉണ്ട്. ടിക്കറ്റ് കിട്ടി. അപ്പം എന്നാ പറയാനില്ലേ, ടോവിനോന്റെ ആരാധകനാണ് അനന്തു. ഭയങ്കര ഏത് ടോവിനോ സിനിമ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ആണ് തീവണ്ടി സിനിമ ഇട്ടാണ്. അപ്പം ലവ് ആയിരുന്നു. എന്ത് നല്ല ആക്ടിങ് അറിയാം. പിന്നെ അതിന് ഏത് സിനിമ കണ്ടാലാണ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഏത് സിനിമ ഹിറ്റാകുന്നതും മാജിക് ഹാൻസിലാണ്. അതുകൊണ്ടാണ് ഞാൻ അതിരടി. കാർത്തിക് എന്നാ പറയല്ലേ, എന്നാ പറ. എക്സൈറ്റഡ് അബൌട്ട് ദി ഇംഗ്ലീഷാ. ഒരു ക്യാമിയോ ഉണ്ട് പറയുന്നുണ്ട്. കമന്റ് പോലും തുറന്നിട്ടാ. അതെ, അതന്നെ ഞാനും നോക്കുന്നത്. അപ്പം അത് നേരെ പോവാം. നമ്മളെ നേരെ അങ്ങനെ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറാൻ പോണ്. സോ സിനിമ അതിൻ്റെ ഹാഫ് കാണാം. അപ്പോൾ നമ്മളെ സിനിമേൻ്റെ അതായത് ഇൻ്റർവെല്ലായി. ഇൻ്റർവെല്ല് വരെ അടിപൊളിയാണ്. ഇനി സെക്കൻഡ് ഹാഫ് തുടങ്ങാറായി. സെക്കൻഡ് ഹാഫ് കാണുന്നതിന് പോപ്കോണുമായി അനന്ത് സാരഥി. സെക്കൻഡ് ഹാഫ് കയറാൻ പോലെ അങ്ങനെ നമ്മൾ അതിരടി സിനിമ ഫുള്ള് കണ്ടിട്ട് നമ്മൾ കാസർഗോഡിൽ ഫുഡ് കഴിക്കാത്തിട്ടല്ലേ. അതിരടി സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായി. എനിക്ക് ഭയങ്കരമായിട്ട് സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാർത്തിക് മുടിയെല്ലാം പറ. അടിപൊളിയായിരുന്നു. നല്ല സിനിമയാണ്. ജെൻസി സിനിമയായിട്ട് പോലും ഇത്ര നല്ല ആദ്യമായിട്ട് നല്ല സിനിമയാണ്. എനിക്ക് ബാക്കിയുള്ള ജെൻസി സിനിമകൾ വെറുപ്പായിരുന്നു. പക്ഷേ ഇത് നല്ല സിനിമയാണ്. ഞാൻ പറഞ്ഞ എല്ലാവരും പോയി കാണണം. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഹണീഫിൻ്റെ പിന്നെ 2 ബട്ടറാണ്. കാർത്തിക് സെയിം ആണ് ഓർഡർ ചെയ്തത്. അനന്ത് നോർമൽ അൽഫാം അല്ലേ? പിന്നെ ഗാർലിക്. കാർത്തിക് എന്താ ചിരിക്കുന്നത്? എൻ്റെ വ്ളോഗ് എടുക്കൽ കണ്ടിട്ടാ? എൻ്റെ വ്ളോഗ് എടുക്കൽ കണ്ടിട്ടാ ചിരിക്കുന്നത്? ഇതെയാ അനന്തുവിൻ്റെ സെക്കൻഡ് വ്ളോഗ്. എനക്കെന്ത് ടെൻഷൻ അടിക്കുന്നത്? അനന്തൂരും കൂട്ടി ഞാൻ ഒരു വ്ളോഗ് എടുത്തിന്. അതിട്ടു. ഇങ്ങനെ ഉപയോഗിക്കും. ഇതെന്ത് ഏത് വയസ്സിൻ്റെ ഇതാണ്. പക്ഷെ നമുക്കിങ്ങനെയാണ്. ബിജു മാൻ, ടോവിനോ തോമസ്, ദിലീപ്, നമ്മളെ വിജയ് എണ്ണ വിട്ട് കളിയില്ല. 2 വിജയ്. സേതുപതിനും ഇഷ്ടമാണ്, തളപതിനും ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ പോയിട്ട് മലയാള സിനിമ അത്രയോ ഇംഗ്ലീഷ് സിനിമ നടന്മാർക്ക് അത്ര ഇതില്ല. ഏത് സിനിമ നടന്നാലും പ്രശ്നമില്ല. അത്രയല്ലോ ഇപ്പം മലയാളം പിന്നെ കിട്ടി ഞാൻ പറയാം. ഓക്കെ. കാർത്തികിനാരും ഇഷ്ടം? എനിക്ക് എല്ലാവരും ഇഷ്ടം. ഇവിടെ മോഹൻലാൽ. ഞാൻ മോഹൻലാലിനെ മറന്നു. നമ്മളെ ഉയരാമില്ല. സൗരവ് പറഞ്ഞെങ്കിൽ മാത്രം ഞാൻ ടോവിനോ തോമസിനെ കലിക്കൊന്ന് കാണും. കൽക്കി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവന് ഞാൻ സജസ്റ്റ് ചെയ്തു കൽക്കി കാണുന്നത്. ഇവൻ ഗെയിമിങ് പ്രാന്തനായതുകൊണ്ട് ഇവൻ ഗെയിം കളിക്കുന്നതുകൊണ്ട് കൽക്കി കണ്ടില്ല. പിന്നെ ഞാൻ വിളിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പിക്ചർ 3 കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ കൽക്കി ഉണ്ടാക്കിയാൽ മതി. അത് നമ്മളെ വെച്ചിട്ടുണ്ട്. വീട്ടിൽ പോയി ഫുൾ ആണല്ലോ. എന്നിട്ട് അത് കുത്തിന്ന് കാണാം. അതന്നെ നമ്മൾ ടോവിനോയിലൂടെ മാത്രമാണ് കാണുന്നത്. നീ ടോവിനോന്റെ ആരാധകനാണല്ലേ? ഭയങ്കര ഫസ്റ്റ് തീവണ്ടി എനിക്ക് ആ ഭ്രാന്തായത്. എനിക്ക് അഭിനയം അറിയാം. സൂപ്പർ അഭിനയം. ഒരു എല്ലാ പൈസയും കൊടുക്കും, ഞാൻ ഭക്ഷണം കഴിക്കും. സൂപ്പർ മക്ഡങ്ങാവൂലേ? ക്യാഷ് പ്രൈസ് 10,000 രൂപ ക്യാഷ് പ്രൈസ്. ഒരു 5 ആൾ കഴിക്കുന്ന ഫുൾ മന്തി ഫുൾ കഴിക്കണം. അതല്ല 2 ദിവസം പണിയിരുന്നത്. ഞാൻ 5 ദിവസം ഇപ്പം എല്ലാം എന്തെങ്കിലും കഴിച്ചിട്ട് വയർഫുള്ളാണ്. പൈസ 5 മന്തിയുടെ പൈസ ഇടും ഞാൻ. ഒരാൾ 5 മന്തി ഇല്ലില്ല, ഫുള്ള് കഴിക്കണം. ഫുള്ള് തുടക്കണം. ഈ പാത്രം ഇങ്ങനെ കാണണം. പറ്റുവാ? ഇല്ലടാ, നമുക്ക് ഇപ്പൊ 2 ദിവസം എന്താ ഞാൻ ആക്കി കാണിച്ചതാ. ഉറപ്പാ? ഇല്ലെങ്കിൽ 10,000 ഇങ്ങോട്ട്. പറ്റും. ഇല്ലെങ്കിൽ 10,000 ഇങ്ങോട്ട് ഞാൻ വാങ്ങും. ഗെയിം കളിക്കാൻ സമയം കിട്ടുന്നില്ല. ബീച്ചിൽ വരാത്ത കള്ളൻ. ഗെയിമിങ് നിങ്ങൾക്ക് ഗെയിമിങ് തുടങ്ങടാ.
ചാനല വിചാരിച്ചിനി. പക്ഷെ എൻ്റെ ഞാനത് തുടങ്ങിയ പിന്നെ വലിയ സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര ഹിറ്റായിട്ട് സമയം കിട്ടൂല അതിനാ. തൃപ്തിയായടാ ഫുഡ് കിട്ടിട്ട്. ഞാനും കട്ടു. സോ എൻ്റെ ഹണി ചില്ലി അവൻ്റെയും എത്തി. ഇവൻ്റെ നോർമൽ അൽഫാമിന് കളർ മാറ്റി കൊണ്ടല്ലടാ. പെരി പെരിയാ. നോർമൽ സോ നമ്മളെ ബട്ടർ നാൻ ഗാർലിക് നാനായത് ഗാർലിക് നാൻ എത്തിയിട്ടുണ്ട്. ബില്ല് എത്രയാ? 690. ഇന്ന് ബില്ല് ചെയ്യുന്നത് അനന്തു. അതെ. സോയ്സ് അപ്പോൾ നമ്മൾ കാസർഗോഡിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. സോ വീട്ടിൽ പോയി ബാക്കി കഴിക്കും. സോ കാർത്തിക്കും അനന്തും ചെറിയ സംവാദത്തിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കപ്പം വീട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ. അനന്തുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അനന്ത് വേഗം ഓടിപ്പോയി ഗെയിം കളിക്കാൻ മുട്ടി ഓടിപ്പോയി. അതാ വന്നു, തിരിച്ചു വന്നു. അനന്തു ഭയങ്കര പ്രൊവാന്നാ പറയുന്നത്. നമുക്കിന്ന് അനന്തൂരെ ഗെയിമിംഗ് സ്കില്ല് കാണാം. എടി ഇന്നലെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നില്ലടാ മിനിയാന്ന് മറ്റേ എന്തെന്ന് അക്കൗണ്ട് ഫോളോ ചെയ്താൽ ഗോൾഡ് വാങ്ങി തരാമെന്ന്. അതെയാ നിന്റെ റീൽ എടുത്തിട്ട് വീഡിയോ എടുത്തിനി. ഞാൻ എന്റെ 2 അക്കൗണ്ട് കാണിച്ചു തന്നു. അടുത്ത സെലിബ്രിറ്റി കാർത്തിക്. ഒരക്കൗണ്ട് കുഴപ്പമില്ല 20K ആയിട്ടുണ്ട്. രണ്ടാമത്തെ അക്കൗണ്ട് 300 ഫോളോവേഴ്സ്. 2 ഫോളോ ചെയ്യണം എന്നാലേ ഗോൾഡ് വാങ്ങി തരും. ഫോളോ ചെയ്തോ? നമ്മ ഫോളോ ചെയ്യണം നേരത്തെ. അവര് വരുമ്പോ നമ്മ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. അത് നമ്മള് നേരത്തെ ഫോളോ ചെയ്ത് വെക്കണം. പിന്നെ അവരെ പോസ്റ്റിൽ ലൈക്കണം, പിന്നെ കമന്റിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ സൂപ്പർ ഫോളോവർ ആണെങ്കിൽ നമുക്ക് കിട്ടും. നല്ല രീതിക്ക് പണിയുണ്ടാവും. കാരണം കുറേ ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. എന്നെ പണിയെടുപ്പിക്കാൻ നടക്കുന്ന ഇവൻ. നമുക്കിവിടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമ്മളിനി ചായ കുടിക്കാൻ ഇറങ്ങുന്നത്. അതിൻ്റെ വ്ളോഗൊന്നും എടുക്കുന്നില്ല. ഇപ്പം തന്നെ നല്ല ലെങ്തായി വീഡിയോ ഒക്കെ അല്ലേ. അതന്നെ. അപ്പം അടുത്ത വീഡിയോ കാണാം നാളെ. അതെന്തോ ബൈ ബൈ. ഓക്കെ ബൈ. ബൈ.